നമ്മുടെ ഒരു ദിവസം ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ. നമ്മളിന്ന് രാവിലെ കഴിക്കാനായിട്ട് ചേമ്പ് അടയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ചേമ്പ് പറിക്കാനായിട്ട് നമ്മുടെ വീടിൻ്റെ അവിടെ മുകളിലോട്ട് കയറി പോകുന്നതാണ്. നമുക്ക് ചേമ്പ് പറിച്ചിട്ട് നമുക്ക് ചേമ്പ് കൊണ്ട് അട ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. ചേമ്പ് വെറുതെ കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു ചേമ്പാണെന്ന് തോന്നത്തില്ല, ഒരു വേറെ വെറൈറ്റി ടേസ്റ്റാണ്. നമുക്ക് ചേമ്പ് പറിക്കാനായിട്ട് പോവാം. നല്ല വലിപ്പമുള്ള ചേമ്പാണ്. ഒരുപാട് മൂക്കണാരെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. ഒന്നെങ്കിൽ പന്നിയോ മുള്ളം പന്നിയോ അല്ലെങ്കിൽ എലിയോ പെരിച്ചാഴി എന്തെങ്കിലും കൊണ്ടുപോകും. അപ്പോൾ ഏകദേശം ഇത് മൂത്തിട്ടുണ്ടാവുന്നതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. എന്തായാലും നമുക്കിത് മുറിച്ച് നമ്മുടെ ചേമ്പ് നമുക്ക് പറിച്ചെടുക്കാവേ. ഇതിൻ്റെ തണ്ടുകളൊക്കെ മുറിച്ച് മാറ്റിയിട്ടോ. ഭയങ്കര വലിപ്പമുള്ള തണ്ടുകളായിരുന്നേ. അതൊക്കെ ഒന്ന് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഈ നല്ല ഒരുപാട് മൂക്കാത്തൊരു തണ്ടപ്പുണ്ട്. കണ്ടിട്ട് കറി വെക്കാൻ എടുക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ലാത്തൊരു തണ്ടാണ്. ഇതിൻ്റെ ഈ തണ്ട് എടുക്കുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാനിങ്ങനെ വീഡിയോയിൽ എടുത്ത് കറി വെക്കണേ കണ്ടിട്ടുള്ളൂ. ഞാൻ നേരിട്ട് അങ്ങനെ ഈ തണ്ട് കറി വെക്കുന്ന കണ്ടിട്ടില്ല. നമ്മൾ എടുക്കാറുള്ളത് തോട്ടും കരയിലുള്ള ഒരു ചേമ്പുണ്ട്, അതിൻ്റെ ഇതാട്ടോ എടുക്കാറ്. കൂമ്പൊക്കെയാണ് എടുത്ത് കറി വെക്കാറ്. നമുക്കിനി ചേമ്പ് പറിക്കാം. മുകളിൽ കൂടെയാണ് വന്നേക്കുന്നത്. മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണായിട്ടാണ് തോന്നുന്നത്. അവിടെ മാത്രമേ ഉള്ളൂ, അങ്ങോട്ടെന്ന് തോന്നുന്നു. ചേമ്പ് വളഞ്ഞല്ല നിൽക്കുന്നത്. അതുകൊണ്ട് ചേമ്പ് ഈ മുകളിൽ കൂടെ തന്നെ ഒറ്റ മാന്തലിന് ഇതവിടെ കുറച്ച് പോയി. താഴോട്ടൊന്ന് മാന്തി നോക്കട്ടെ. നമുക്ക് കുറച്ച് ചേമ്പ് വിത്തുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 3-4 കിട്ടിയിട്ടുള്ളൂ. നമുക്കിനി ഇതിൻ്റെ അടിയിൽ എത്ര ഉണ്ടെന്നുള്ളതെന്ന് നോക്കാവേ. ഇങ്ങോട്ടുണ്ട്, ആ സൈഡിലോട്ട് ഒട്ടുമില്ല, ഈ സൈഡിലോട്ടാണ് കേട്ടോ ഉള്ളത് മൊത്തം. ഇവിടെയാണ് വിറക് ഇരിക്കുക. കുറേയൊക്കെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞ് കിഴങ്ങുകൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ചേമ്പിൻ്റെ വലുതായി തുടങ്ങിയിട്ടില്ല. പക്ഷെ നമ്മളിത് നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കിനി കിട്ടത്തില്ല. നമ്മളിവിടെ വിറക് അടിക്കേക്കുവാണേ. ഇതിൻ്റെ ഇടയിൽ കൂടെ വളർന്നു വന്ന ചേമ്പ്, നമ്മൾ നട്ട ചേമ്പൊന്നുമല്ല. ചെതൽ കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ചാക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മുടെ ഈ ചേമ്പ് വളർന്നു വന്നേക്കത്തെ. കഴിഞ്ഞു തോന്നണം കേട്ടോ. ഇതിനകത്ത് വേറെ ഉള്ളതുപോലെ തോന്നുന്നില്ല. നമ്മളൊരു ഇതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ തട ഇതിൽ തന്നെ കുഴിച്ച് വെക്കാനായിട്ട് പോവുകയാണ്. ഇതിൽ കുഞ്ഞു കുഞ്ഞു ചേമ്പ് വരാനുള്ള ഒരുപാട് വരണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നേരത്തെ പറിച്ചുകൊണ്ടാണ് കിട്ടാത്തത്. നമ്മൾ ഈ ഒരു കുഴി കുറച്ച് വലുതാക്കി മണ്ണ് ഇളക്കിയിട്ട് അതിൽ തന്നെ ഇതിട്ട് കുഴിച്ച് വെക്കുക കേട്ടോ. ഇതിൻ്റെ തട ചീഞ്ഞു പോയാലും ഈ ഒരു തണ്ടൊക്കെ ചീഞ്ഞു പോയാലും ഇതിൻ്റെ തടയിൽ വിത്തുകളുണ്ടെങ്കിൽ ആ വിത്തുകൾ ഇനി മുളച്ച് വന്നോളൂ കേട്ടോ. അതൊന്ന് മണ്ണ് കൂട്ടി കൊടുക്കുക. നമ്മുടെ ചേമ്പ് കിട്ടിയിട്ട് നമുക്കിത് പോയി കഴുകിയെടുത്ത് വേവിച്ചെടുക്കാവേ ആദ്യം. പണ്ട് ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ അട്ട ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ അട്ട വെച്ച് കളിക്കുമായിരുന്നു. ഇതിൻ്റെ പല വലുപ്പത്തിലുള്ള അട്ട, വലിയ അട്ട നമ്മൾ ഗോട്ടിയാന്ന് പറഞ്ഞ എടുത്ത് കളിക്കുമായിരുന്നു. ഇതിനെ പിടിച്ച് നിവർത്തി ഇതിനെ ഒടിച്ച് ശരിയാക്കുമായിരുന്നു. ചെറുതായിരിക്കുന്ന സമയത്ത് മുറുക്കാന്ന് പറഞ്ഞ് തിന്നിട്ട് വരെ ഉണ്ട് ഈ അട്ടേനെ. പക്ഷേ ഇപ്പോൾ ഈ അട്ടേനെ കാണാനില്ല കേട്ടോ. തൊട്ടത് ചുരുണ്ട് കൂട്ടി മാതിരിയാവും. പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോഴേ നിവർന്ന് വരത്തുള്ളൂ. ഇപ്പോൾ ഈ അട്ടേനെ കാണാൻ തന്നെ ഇല്ല കേട്ടോ. നമ്മളിങ്ങനെ ചേമ്പ് കുറച്ച് ഇറങ്ങി വരുന്ന വഴിക്ക് നോക്കുമ്പോൾ സ്റ്റെപ്പിൻ്റെ അവിടെ ഈ ഒരു അട്ട ഇരിക്കുന്നത്. നമ്മളൊന്ന് തൊട്ടപ്പോൾ അത് ചുരുണ്ട് പോയത്. അപ്പോൾ പയ്യെ നിവർന്ന് വന്നു. പിന്നെ എൻ്റെ സംസാരം കേട്ടിട്ട് നമ്മുടെ സാമീപ്യം മനസ്സിലാക്കിയിട്ടാന്ന് തോന്നുന്നു ആളവിടെ പമ്മി ഇരിക്കുവാണ്. പയ്യതാ പനങ്ങി തുടങ്ങിയിട്ടുണ്ട്. തൊട്ടത് ചുരുണ്ട് പോകും കേട്ടോ. നമുക്കിനി നേരെ തോട്ടിലോട്ട് പോകാവേ. ഇതാ നമ്മൾ തൊട്ടപ്പോൾ ആളിതാ ചുരുണ്ടിരിക്കുന്ന കൈക്കകത്ത് ഉരുണ്ടിരിക്കുന്നുണ്ട. നമുക്ക് ഇവനെ ഇവിടെ വിടാവേ, പൊക്കോട്ടെ.
നമ്മളിതാ മത്തൻ്റെ ഇലയും നമ്മുടെ ചേമ്പൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കിനി നേരെ വീട്ടിൽ പോയിട്ടേ നമുക്ക് മത്തൻ്റെ ഇല തോരൻ വെക്കാം. നമുക്ക് ചേമ്പ് അടയാക്കി എടുക്കാം കേട്ടോ. ചേമ്പട ഉണ്ടാക്കാം. നമ്മുടെ ഇവിടുത്തെ മുള്ളാത്തയില എല്ലാ വർഷവും കാകൾ ഉണ്ടാവാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് കുറച്ചാകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഉണങ്ങി കൊഴിഞ്ഞു പോകുമായിരുന്നു. ഈ വർഷം മാത്രം കുറേ കാകളുണ്ടായപ്പോൾ ഇതും പോകുന്നതെന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാം അതാ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ കുറച്ച് ആയി കഴിഞ്ഞാൽ കുറച്ച് മൂത്ത് വരുമ്പോഴത്തേക്കും മയിൽ വന്നിട്ട് അതിൻ്റെ ഒരുവിധം കഴിക്കാൻ പറ്റുന്ന അത്രയും ഭാഗം കഴിക്കും. ഉള്ളിലോട്ട് കട്ട് ചെയ്യുമ്പോൾ അത് കഴിക്കില്ല. പുറം ഭാഗം മൊത്തം നിന്നിട്ട് അകത്തേക്ക് നാശമായി പോകും. അപ്പോൾ നമ്മളൊരു മഞ്ഞ കളറായി വരുമ്പോൾ തന്നെ പറിച്ചുകൊണ്ട് വെക്കോട്ടെ, എന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം നല്ല മധുരമുണ്ട് കേട്ടോ. ഒരുപാട് വലിയ മുള്ളാത്തകളൊക്കെ ഉണ്ടാവാറുണ്ട് ഇവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ. നമ്മൾ കഴുകിയെടുത്തുകൊണ്ടിരുന്ന ചേമ്പ് നമ്മളിതാ ഇഡലിപ്പാത്രത്തിൽ വെള്ളത്തിലിട്ടിട്ട് ഇനി നമ്മളൊന്ന് പുഴുങ്ങിയെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. നമുക്കിത് വേണേൽ ആവിയിൽ വേവിക്കാം. പക്ഷെ വെന്ത് വരാൻ ഒരുപാട് സമയം എടുക്കും. ഒരുപാട് മൂപ്പില്ലാത്ത ചേമ്പായതുകൊണ്ട് ചിലപ്പോൾ അത്ര സമയം എടുക്കില്ല. എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ പിന്നെ ഇതിപ്പോൾ ഇഡലിപ്പാത്രത്തിൽ വെള്ളത്തിലിട്ടാട്ടോ വേവിച്ചെടുക്കണേ. നമുക്ക് ചേമ്പടി ഉണ്ടാക്കാനായിട്ട് ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, തേങ്ങ ഇത്രയാട്ടോ വേണ്ടത്. ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നേ. നമ്മൾ ഈ ഗോതമ്പ് വെച്ചിട്ട് ഇതേപോലെ അട ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെയാണ്. നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ അത്രയും നല്ലത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ചെറിയുള്ളി പൊളിക്കുക. കുഞ്ഞു വാടി കുഞ്ഞു ഉള്ളികളാണ്. എന്താ വാങ്ങിക്കൊണ്ടിട്ടിട്ടേ ഉണങ്ങിപ്പോയിട്ട് പൊളിച്ചെടുക്കാൻ തന്നെ ഭയങ്കര പാടാണ്. ഇഞ്ചി ഇതാ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് കറിവേപ്പിലയും തേങ്ങയും കൂടെ ഒന്ന് ചിരണ്ടി എടുക്കണം. പച്ചമുളക് എടുത്ത് അരിഞ്ഞെടുക്കണം. നമ്മുടെ ചേമ്പ് ഇപ്പോൾ വെന്തിട്ടുണ്ടാവേ. കുറച്ച് നേരം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ എന്തോന്നുള്ളത്. അയ്യോ, ഇപ്പോൾ ഇതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ കഴിച്ചോട്ടെ അതിനുണ്ടെന്ന്. നല്ല നെയ്യ് പോലെ ഉണ്ട്. നെയ്യല്ല, വെണ്ണ പോലെ. നല്ല വെണ്ണ പോലെ ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല രുചിയുള്ള ചേമ്പ്. നമ്മളിത് ചേമ്പ് പൊളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ചേമ്പ് പിന്നെ പൊളിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് തോലിങ്ങനെ എടുത്ത് പൊളിച്ചും കൊടുത്താൽ മതി. നമ്മളിവിടെ ചേമ്പ് ചുട്ടൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. കൂടുതലും ചുട്ട കഴിക്കാറ്. പുഴുങ്ങി ഇങ്ങനെ കഴിക്കാറ് വളരെ കുറവാട്ടോ. കാരണം വെച്ചാൽ ചുട്ട് കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ നമുക്കിങ്ങനെ പാത്രമൊന്നും എടുക്കണ്ട. നല്ല കനമുള്ള സമയത്ത് അടുപ്പിലോട്ട് 1-2 കഷ്ണം വേണ്ടതങ്ങ് എടുത്തിട്ടാൽ മതി. ഒരുപാടെടുത്ത് പുഴുങ്ങുകയും വേണ്ട. കുറച്ചാകുമ്പോൾ എല്ലാവരും കഴിക്കുകയും ചെയ്യും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. കുഞ്ഞിനും ചുട്ട് കൊടുത്താൽ ഇഷ്ടമുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഉള്ളതൊക്കെ അങ്ങനെ കനൽ പോകുന്ന സമയത്ത് അടുപ്പത്തിട്ട് ചുട്ട് കൊടുക്കാറുണ്ട്. നമ്മൾ എന്ത് സാധനവും ചൂടോടുകൂടി കഴിക്കുന്ന കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ്. ചേമ്പ് പ്രത്യേകിച്ച് തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മയവും ഇതൊക്കെ അങ്ങ് പോവും. മൂപ്പ് കുറവുള്ള ചേമ്പ് പോലെ ആയിട്ടോ തോന്നുന്നേ. ഒരുപാട് മൂത്തിട്ടില്ല. മൂക്കാൻ വെച്ചാൽ നമുക്ക് പിന്നെ കിട്ടത്തുമില്ല. നമുക്കിനി ചേമ്പ് ഒന്ന് ഇതിൻ്റെ അകത്ത് വെച്ച് ഇടിച്ചൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. എന്തോ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടണം. എന്നാലേ നമുക്ക് പരത്തിയിട്ട് അടയാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ആട്ടുകല്ലിൽ നമ്മുടെ ചെറിയ ഇടികല്ലിൻ്റെ ചെറിയ കുഴ എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ച് ഇടിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാവേ അത്. അപ്പോൾ നമ്മളിപ്പോൾ ഉടച്ചെടുത്ത് നമ്മുടെ ചേമ്പ് ഉരുട്ടി എടുക്കുവാണേ.
നമ്മളിതിലോട്ട് ഉപ്പിട്ടേ ഇനി കറിവേപ്പില ഒന്ന് മുറിച്ചിടുക കേട്ടോ. കൈകൊണ്ട് തന്നെ ഒന്ന് മുറിച്ചിട്ട് 2-3 കഷ്ണങ്ങളായിട്ട് വരുന്ന പോലെ ഇടുക കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ഇഞ്ചി, ചെറിയുള്ളി, പച്ചമുളക് അതൊക്കെ ഇട്ടത് അതും കൂടി ഇടുവാണേ. ഒന്ന് ചതച്ച് വെച്ചതാണ്, അതും ഇടുന്നുണ്ട്. പിന്നെ തേങ്ങയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം എല്ലാം കൂടെ. നമ്മൾ എണ്ണ തേച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കല്ലിലോട്ട് നമ്മുടെ ചേമ്പ് നമുക്ക് പരത്തി കൊടുക്കാവേ. ചെറിയ ചെറിയ അടയായിട്ടാട്ടോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് പരത്തി കൊടുക്കുക. ഒന്ന് പരത്തിയിട്ടുണ്ട്. നമുക്കിനി അടുത്തത് പരത്തി എടുക്കാവേ. ഒരുപാട് കട്ടി കുറയ്ക്കാതെ നമുക്ക് പരത്തിയെടുക്കാം. കുറച്ച് എണ്ണയും കൂടെ തൊട്ടിട്ടാണ് ഞാൻ പരത്തുന്നത്, എൻ്റെ കയ്യിൽ ഒട്ടാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒട്ടും ഇത്. ഇനി നമുക്കിത് തിരിച്ചിടാം കേട്ടോ. കല്ല് നല്ല ചൂടുണ്ട്. ഞാൻ കുറച്ചധികം ഒന്ന് മൊരിച്ചെടുത്തു കേട്ടോ. എനിക്കിങ്ങനെ മൊരിച്ചെടുക്കുന്നത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൊരിച്ചെടുത്തു. പിന്നെ നമ്മൾ എണ്ണ തൊട്ടിട്ട് ഇങ്ങനെ പരത്തി കൊടുത്തു കഴിയുമ്പോഴേ പെട്ടെന്ന് നന്നായിട്ട് മൊരിഞ്ഞും കിട്ടുന്നുണ്ടായിരുന്നേ. പിന്നെ ആദ്യം നമ്മളൊന്ന് പരത്തിയപ്പോൾ ഒന്ന് ചെറുതായിട്ട് അടിയിൽ പിടിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല കേട്ടോ. ഒന്നും കല്ല് ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണെന്ന് തോന്നുന്നു. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ കല്ല് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ നമ്മൾ കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ് വരുമ്പോഴാട്ടോ എൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. മൊരിഞ്ഞില്ലെങ്കിൽ അങ്ങനെ ഉള്ളിൽ കുഴഞ്ഞിരിക്കുന്ന പോലെ ഉണ്ടാവും. നമ്മുടെ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. മൊരിഞ്ഞിരിക്കുന്ന ഇഷ്ടമുള്ളവർക്ക് മുരിച്ചെടുക്കുക, അല്ലാത്തവർക്ക് മൊരിയുന്ന ഇഷ്ടമല്ലാത്തവർക്ക് അല്ലാതെ എടുക്കാം കേട്ടോ. ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ ഉണ്ടാക്കിയ ചമ്മന്തി ഉണ്ട്. അപ്പോൾ ചമ്മന്തിയും കൂടെ കൂട്ടിയിട്ട് കഴിക്കുന്നത്. വെറുതെ കഴിക്കാൻ രസം ഇഞ്ചിയൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും. നമ്മുടെ പരിപ്പ് വട, ഉള്ളിവട അല്ലെ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളിൽ ഉള്ളി ഇഞ്ചി കറിവേപ്പിലയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരില്ലേ, അതേപോലത്തെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിന് ഉള്ളത്. അപ്പം ഇനി കഴിക്കട്ടെ കേട്ടോ. കൂടെ കട്ടൻ ചായ കേട്ടോ കുടിക്കാനായിട്ടുള്ളത്. നമ്മുടെ വീട്ടിലെ ഈ പാവയ്ക്കൊക്കെ വാങ്ങിയിട്ട് പഴുത്തു പോവുക അല്ലെങ്കിൽ കേട് വന്ന് പോവുക, നമുക്ക് കറി വെക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല, അത് കേട് വന്ന് പോകാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ റൗണ്ടായിട്ട് അരിഞ്ഞിട്ട് അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വെയിലത്തോട്ട് വെക്കും കേട്ടോ. ഈ പാവയ്ക്കയുടെ കയ്പ്പ് ഇഷ്ടമല്ലാത്തവർക്ക് പോലും പക്ഷെ പാവയ്ക്ക കൊണ്ടാട്ടം ഇഷ്ടമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ഉണക്കി വെക്കും. എന്നിട്ട് നമുക്ക് വേണ്ടപ്പോൾ എടുത്ത് പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കും കേട്ടോ. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് ഉണ്ടാക്കാറുണ്ട് ഒരുപാടുണ്ടെങ്കിൽ. ഇതിപ്പോൾ 1-2 പാവയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ ചെയ്യാറില്ല. നമ്മൾ അപ്പം തന്നെ ഒന്ന് അരിഞ്ഞ് വെറുതെ വെയിലത്തോട്ട് വെച്ച് കൊണ്ടാട്ടം ഉണ്ടാക്കി എടുക്കുക കേട്ടോ ചെയ്യാറ്. ഇത് ഞാൻ 2 ദിവസം മുന്നേ വെയിലത്ത് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിതൊന്നും എടുത്ത് വെയിലത്തോട്ട് വെക്കണം. വെറുതെ അരിഞ്ഞ് ഇതേപോലെ വെച്ച് ഒന്ന് ഉപ്പിട്ട് വെയിലത്തോണ്ട് വെച്ച് അത്രേ ചെയ്തുള്ളൂ കേട്ടോ. ഇതൊന്നും എടുത്ത് വെയിലത്ത് വെക്കണം. അപ്പോൾ നമുക്കിനി തോരൻ വെക്കാനായിട്ടേ മത്തേല ഒന്ന് നന്നാക്കി എടുക്കാവേ. കഴുകിയെടുത്ത മത്തേല ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇതിൻ്റെ പുറമേയുള്ള നാരൊക്കെ കളഞ്ഞ് സ്പ്രിങ് പോലെ സംഭവമില്ല, അതൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. സാധാരണ നമ്മൾ മത്തൻ നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മത്തങ്ങ വെച്ച് കിട്ടുന്ന കേട്ടോ കറിയൊക്കെ വെക്കാനായിട്ട്. ഈ ഒരു വർഷം മത്തൻ നട്ടിട്ട് ഒറ്റ മത്തങ്ങ പോലും നമുക്ക് കിട്ടിയിട്ടില്ല. അതിനും കൂടെ വേണ്ടിയിട്ട് ഒരു 10-15 കൂമ്പ് പറിച്ച് നമ്മളിതേപോലെ തോരൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പറമ്പിൻ്റെ ഒരു ഭാഗം ഫുള്ള് മത്തൻ്റെ വള്ളി പടർന്ന് കിടപ്പുണ്ട്. പക്ഷേ അതിൽ ഒറ്റ മത്തങ്ങ പോലും ആയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ മത്തക്കൂമ്പ് പറിക്കാനായിട്ടുള്ള അത്രയും കൂമ്പ് ഉണ്ടാവുന്നുണ്ട്. എന്തോ പ്രശ്നമാണ് മത്തങ്ങ കായ്ക്കാത്തത്, സമയം തെറ്റിയതോ അങ്ങനെ എന്തോ കാര്യമാണ്. പക്ഷെ ഒരുപാട് മത്തക്കൂമ്പ് നമ്മൾ ഈ ഒരു വട്ടം തോരൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് നമുക്കത് അരിഞ്ഞെടുത്ത് തോരൻ വെക്കാവേ. നമുക്ക് നമ്മുടെ മത്തൻ്റെ ഇല തോരൻ വെക്കാനായിട്ട് കാന്താരിയും പിന്നെ നമുക്ക് ഈ ജീരകവും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കാന്താരി ചതയ്ക്കാനായിട്ട് ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവേ.
രാവിലത്തെ നമ്മുടെ ഇടികല്ല് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അത് വെച്ച് തന്നെ ഒന്ന് ചതച്ച് എടുക്കുവാണേ. ഇതിലോട്ട് ഇനി ജീരകം ഇട്ട് കൊടുക്കുക കേട്ടോ. ജീരകവും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ചതയ്ക്കാനായിട്ട് അതും കൂടി ഇടുവാണേ. നമ്മൾ വെറുതെ തോരൻ വെക്കുന്നതിനെക്കാട്ടും നല്ലതൊന്ന് ചതച്ചിട്ട് തോരൻ വെക്കുകയാണെങ്കിൽ ഒരു വേറെ ടേസ്റ്റാണ് കേട്ടോ. എപ്പോഴും മത്തനിൽ വെറുതെ നമ്മൾ കടുക് വറുത്ത് തേങ്ങയിട്ട് വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് ഇങ്ങനെ നോക്കണേ, ഒരു വേറെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് തേങ്ങയിട്ട് വെറുതെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. അതിൽ കാര്യമായിട്ടൊന്നും വേണ്ട, വെറുതെ ഒന്ന് ചതച്ച് കൊടുത്താൽ. ചതഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒരുപാടങ്ങ് ചതഞ്ഞതാവണ്ട, ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. അതിനുള്ളതായിട്ടുണ്ടേ. നമുക്കിത് എടുക്കാം. ഇത് കടുക് വറുക്കുക കേട്ടോ. ഇരുമ്പിൻ്റെ ചട്ടി വെച്ചുകൊണ്ടിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന ഇരുമ്പിൻ്റെ ചട്ടി കരിഞ്ഞു ഒരു പരുവാവും. നമുക്കിതിലോട്ട് മത്തൻ്റെ ഇല ഇട്ട് കൊടുക്കാവേ. ഇത് നമ്മൾ തേങ്ങ ചതച്ചതും കൂടെ ഇതിൻ്റെ നടുഭാഗത്തായിട്ട് വെക്കുവാണേ. ഇത് അടച്ചു വെക്കാം, ഞാൻ ആവി കയറട്ടെ, എന്നിട്ട് നമുക്ക് ഇളക്കാവേ. പെട്ടെന്ന് ആവി കയറി വരും, ഇലയല്ലേ. നമുക്കൊന്ന് ഇത് ഇളക്കി കൊടുക്കാം. ഒരുപാട് നേരം അങ്ങനെ തന്നെ വെച്ചാൽ ഇത് കഴിഞ്ഞു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നമുക്കിനി വേണമെങ്കിൽ ഉപ്പ് കാന്താരി ചതയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ടാൽ മതി കേട്ടോ, ഉപ്പ് കുറവാന്ന് തോന്നുവാണെങ്കിൽ. നമുക്ക് മുളകും പാവയ്ക്കും അതുപോലെ തന്നെ അപ്പളം തോന്നുന്നു അതിന് പറയണേ, വറക്കണ സംഭവം, അതും കൂടെ വറുത്തെടുക്കാം കേട്ടോ. ഇത് തൈരിലിട്ട് ഉണക്കിയ മുളകാണ്. പുളിയിലിട്ട് ഉണക്കിയ മുളക് ഉള്ളിലിരിപ്പുണ്ട്. രണ്ട് രീതിയിൽ നമ്മൾ ഉണക്കിയായിരുന്നു. അത് ചോറ് കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിത് പാവയ്ക്ക എടുക്കാം. പാവയ്ക്ക വറുത്തത്, പിന്നെ മുളക് വറുത്തത്, കണ്ണിമാങ്ങ അച്ചാർ എടുത്തിട്ടുണ്ട്. നമ്മുടെ തോരനും കുറച്ച് തൈരും പിന്നെ ഒരു കണ്ണിമാങ്ങയുടെ കഷ്ണമൊക്കെ കൂടി കഴിക്കാനായിട്ട് പോവുകയാണേ. പ്ലേറ്റ് നിറഞ്ഞു കേട്ടോ. തൈരും തോരനും കണ്ണിമാങ്ങയും പാവയ്ക്ക വറുത്തതും മുളക്. വിശന്നിരിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കുന്ന ആളുടെ മാനസികാവസ്ഥയും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് നിർത്തുക, ഞങ്ങളിനി കഴിക്കട്ടെ. നമുക്കിനി കുറച്ച് ചാണകപ്പൊടി എടുക്കാനായിട്ട് പോവാം കേട്ടോ. ചാണകപ്പൊടി കൊണ്ടുവരാൻ വണ്ടിയില്ല, പക്ഷെ നമുക്ക് ചാക്കിലാക്കി ഒന്ന് എടുത്തു വെക്കാം. എന്നിട്ട് നാളെ ഇപ്പോൾ അച്ചായുടെ വണ്ടി എടുത്തിട്ട് പോയിട്ട് വേഗം ഒന്ന് എടുത്തിട്ട് വരാം. അപ്പോൾ ചാക്കിലാക്കി വെച്ച് പിന്നെ വലിയ പണിയില്ലല്ലോ. മാമൻ്റെ അവിടെയാണ്, അപ്പോൾ അവിടുന്ന് ചാണകപ്പൊടി എടുത്തിട്ട് വരാം കേട്ടോ. എടുത്തിട്ട് വരില്ല, ചാക്കിലാക്കി വെക്കാം. ഒരു 2-3 ചാക്ക് ചാണകപ്പൊടി നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ളത് ചാക്കിലാക്കി വെച്ചിട്ട് നമുക്ക് നാളെ രാവിലെ വണ്ടി എടുത്തിട്ട് പോയി എടുത്തിട്ട് വരാം. നമ്മൾ ചാണകപ്പൊടി എടുക്കാൻ വന്നിരിക്കുന്ന അമ്മയുടെ തറവാടാണ് കേട്ടോ. അമ്മയുടെ അമ്മയൊക്കെ ഉണ്ട് ഇവിടെ, അമ്മൂമ്മയൊക്കെ ഉണ്ട്. അമ്മാമനും അമ്മായും പശുവിനെ കറക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. അതാ കുഞ്ഞും അങ്ങോട്ട് കുറേ ഓടിപ്പോൾ പശുവിനെ കറക്കുന്ന നോക്കും. പിന്നെ അമ്മൂമ്മയുടെ വർത്താനമൊക്കെ പറഞ്ഞ് ഇവിടെ മുറ്റത്ത് കൂടെ കളിക്കുന്നുണ്ട്. മാമനും അമ്മായും അവർ ചാണകമില്ല, അത് നമ്മുടെ മുറ്റത്തിട്ട് ഉണക്കിയെടുക്കും കേട്ടോ. ഉണക്കിയിട്ട് ഇത് കൃഷി ചെയ്യുന്നവർക്ക് കൊടുക്കും കേട്ടോ. ഈ ചാക്ക് കണക്കാണ് അതിൻ്റെ വില വരുന്നത്. 100 രൂപ 150 രൂപ കണ്ട് ഉള്ള ഒരു ചാക്കിന് ചാണകപ്പൊടി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മുറ്റത്തിട്ട്
ചാണകപ്പൊടിയല്ലേ, അപ്പോൾ അത് ഉണക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ചാക്കിലാക്കിയിട്ട് നമ്മളിത് റോഡിൻ്റെ സൈഡിലോട്ടായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു 3-4 ചാക്ക് ഇതേപോലെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അത് മതിയാവും നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ളത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി പോയിട്ട് എടുത്തിട്ട് വരാം. നമ്മൾ ചായ കുടിച്ച് കുറച്ച് പാലൊക്കെ വാങ്ങി നടന്നു പിന്നെ വന്നു കേട്ടോ. നമ്മൾ എന്നിട്ട് നമ്മുടെ കണ്ടത്തിൽ വാഴ നനയ്ക്കാനായിട്ട് പോയേക്കും. അത് നമ്മുടെ തോട്ടിൽ നിന്ന് മോട്ടർ അടിച്ചിട്ടാട്ടോ വാഴ നനയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മോട്ടർ ആയതുകൊണ്ട് അധികം സമയം അതിനെ പിടിക്കേണ്ട, നമുക്ക് വേഗം വേഗം നനച്ചങ്ങനെ പോവാം. നേരത്തെ സ്പ്രിങ്ക്ലറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് വാഴ നമ്മൾ നട്ടിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം ഒരുപാട് വാഴ നട്ടിട്ടുണ്ടായിരുന്നു, ഇത് പ്രാവശ്യം കുറവാണ്. അപ്പോൾ സ്പ്രിങ്ക്ലർ വെച്ചിട്ടില്ല, പിന്നെ വെക്കാനായിട്ടുള്ള സമയം ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. വേനൽക്കാലം നമ്മൾ വാഴ കുറേ നനച്ചു കേട്ടോ. അമ്മ ഇന്നലെ സമയം കിട്ടിയ സമയത്ത് നമ്മൾ കുറേ വാഴ നനച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു, കുറച്ച് വാഴ എൻ്റെ മുകളിലോട്ടുണ്ടായിരുന്നു, നമ്മൾ വന്ന് നനച്ചു കേട്ടോ. അപ്പോൾ ആ ഫുള്ള് നനഞ്ഞിരിക്കുക, ചെളിയും വെള്ളമൊക്കെ ആയിട്ട് മൊത്തം നനഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നേരെ പോയിട്ട് കുളിക്കട്ടെ. എന്താ തൊട്ടി ഒന്ന് കുളിക്കണം എന്ന് വിചാരിച്ചാൽ ഇനിയിപ്പോൾ ഇല്ല, ഇനി വീട്ടിൽ പോയിട്ട് അങ്ങനെ കുളിക്കാം. ഇതാണ് നമ്മുടെ ഇവിടുത്തെ കിണർ, കുഞ്ഞ് കിണറാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇതിൽ നിന്ന് വെള്ളം എടുക്കാറേ ഇല്ല. ഇതിന് മുന്നേ നമ്മൾ അവിടുന്ന് ഓസ് ഇടുന്നതിന് മുന്നേ കിണറ്റിൽ നിന്നായിരുന്നു വെള്ളം എടുത്തുകൊണ്ടിരുന്നത്. നമ്മൾ അവിടുന്ന് ഉറവേന്ന് നിന്ന് വെള്ളം വരുന്നത് കണ്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ വീട്ടിൽ കിണറില്ലേ, മോട്ടർ അടിച്ചാൽ പോരെ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക, നമുക്ക് കുറച്ച് എന്താ പറയുക, ചിലവില്ലാതെ നമ്മുടെ വീട്ടിലോട്ട് ഫുൾ ടൈം വെള്ളം വരുന്നൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഉറവുകളിലാണ്. ഉറവുവെള്ളം എടുക്കുകയാണെങ്കിലുള്ള ഉപകാരം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഴക്കാലമായാലും നമുക്ക്, അല്ലെങ്കിൽ ഇവിടെ കറണ്ട് പോയാലും, അട്ടപ്പാടി ആയതുകൊണ്ട് മിക്കവാറും ഈ ചോര ഉള്ളതുകൊണ്ട് മരങ്ങൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും മരം വേണം നമ്മുടെ വീട്ടിൽ കറണ്ട് പോകും. കറണ്ട് പോയത് നന്നാക്കി വരുന്ന സമയത്ത് നമ്മുടെ വെള്ളം ഇല്ലാതെയോ വെള്ളം തീർന്നു പോവുകയോ ചെയ്ത് അങ്ങനെ ഒരു കാര്യം പേടിക്കുകയേ വേണ്ട. ഫുൾ ടൈം വെള്ളം വന്നുകൊണ്ടേയിരിക്കും. അതൊരിത്. പിന്നെ കറണ്ട് ബില്ല് വരത്തില്ല. പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ നല്ല വെള്ളമാണ്. ഉറവ് വെള്ളം എന്ന് പറയുമ്പോൾ അതൊന്നും കാണാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് തോന്നുന്നത് എന്ത് ചീഞ്ഞ വെള്ളമാണ് എടുക്കുന്നത്. പക്ഷെ അതാണല്ലോ വെള്ളത്തിൻ്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത്, ഉറവയാണല്ലോ. ഈ ഉറവേന്ന് വെള്ളം ഉണ്ടായിട്ടല്ല ബാക്കി പുഴയായിട്ടും തോടായിട്ടൊക്കെ മാറുന്നത്. അത് നല്ല വെള്ളമാണ് ഉറവ വെള്ളം. നമ്മളിപ്പോൾ ഒരു കുളത്തുനിന്നോ അല്ലെങ്കിൽ കിണറിൽ നിന്നൊക്കെ ചില സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെള്ളത്തിൻ്റെ, നമുക്കത് എല്ലാവരും പറയും വെള്ളത്തിന് എന്ത് ടേസ്റ്റ്, വെള്ളത്തിന് ഒരു ടേസ്റ്റും ഇല്ലല്ലോ എന്ന്. പക്ഷേ വെള്ളം കുടിക്കുമ്പോൾ നമുക്കൊരു കട്ടി ഫീൽ ചെയ്യും കുഴൽക്കിണറത്തൊക്കെ വെള്ളം കുടിക്കുമ്പോൾ. പക്ഷേ ആ ഒരു ഇതുണ്ടാവില്ല കേട്ടോ നമ്മുടെ ഉറവ വെള്ളത്തിന്. നമുക്ക് വെറുതെ വെള്ളം കിട്ടുമ്പോൾ നമ്മൾ എന്തിനാ പിന്നെ അത് കളഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ മോട്ടറൊക്കെ അടിച്ചെടുക്കണമെന്ന് വിചാരിച്ചത്, അത്രേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. നല്ല വെള്ളമാണ്. എപ്പോഴും വെള്ളം ചെറിയൊരു കിണറാണെങ്കിൽ പോലും മോട്ടർ 2-3 മോട്ടറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വെള്ളം എടുക്കാറില്ല. പിന്നെ ഇവിടെ അടുത്തൊരു ചേട്ടൻ ഉണ്ടായിരുന്നു, ആ ചേട്ടൻ ഇരുന്നാട്ടോ വെള്ളം എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഒരുമിച്ചായിരുന്നു ഈ കുളം പണിതത്. നമ്മുടെ പറമ്പിലാണെങ്കിലും ആ ചേട്ടൻ കൂടെ കൂടി ചെയ്തു. അപ്പോൾ ചേട്ടൻ അങ്ങനെ വെള്ളം എടുക്കുമായിരുന്നു. ചേട്ടൻ കുറച്ച് നാൾ മുന്നേ മരിച്ചു പോയാൾ. അപ്പോൾ അവിടെ ആരുമില്ല, ചേട്ടൻ ഒറ്റയ്ക്കായിരുന്നു, അവിടെ ആരുമില്ല, അവരും വെള്ളം എടുക്കാറില്ല. അപ്പം ഇവിടെ അങ്ങനെ കുളം അടച്ച് വെച്ചേക്കാം കേട്ടോ. പണ്ടൊരു ദിവസം ഈ കുളത്തിൻ്റെ അകത്തൊരു മയിൽ വന്ന് ചാടി. പിന്നെ പൊങ്ങി വരാനായിട്ട് പറ്റിയില്ല, കുഞ്ഞു കുളം അല്ലേ, പറക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പച്ചനെറ്റിട്ട് നമ്മൾ മൂടി വെച്ചേക്കുക, പൊടി അഴുക്കൊന്നും വീഴാതിരിക്കാനായിട്ട്. നമുക്കിത് നേരെ വീട്ടിൽ പോകട്ടെ. ഞാൻ പോയിട്ട് കുളിക്കട്ടെ, മുഖം നനഞ്ഞിരിക്കും, തണുപ്പ് ആവുന്നത്. നമ്മൾ കുറച്ച് റാഗി മുറിച്ചെടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ. നമ്മുടെ ഇവിടെ അട്ടപ്പാടിയും കൂടെ ആയതുകൊണ്ട് ഇവിടെ റാഗി, ചോളം, ചോളം എല്ലായിടത്തും ഉണ്ടാവുമായിരിക്കും, ചാമ, അങ്ങനത്തെ ഒരുപാട് കൃഷികളുണ്ട്. ഇപ്പോൾ വളരെ കുറവാണ്, കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഉള്ളൂ. നമ്മുടെ ഇവിടെ ഒരു അണ്ണൻ കുറച്ച് റാഗി കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൽ നിന്ന് കുറച്ച് റാഗി ചെത്തിയെടുക്കാനായിട്ട് വന്നത്. അണ്ണനിപ്പം വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വിളവെടുക്കുന്നത് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. റാഗി വേറെയുള്ള കൃഷികളൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്തൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു റാഗി അങ്ങനത്തെ ഇതൊന്നും ഒട്ടും കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ കൃഷി ചെയ്തത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതെങ്ങനെ ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല. അണ്ണനിവിടെ വിളവെടുക്കുന്നുണ്ട്. അപ്പം നമുക്കും പോയിട്ട് കുറച്ച് റാഗി ചെത്തിയെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റാഗി കേട്ടോ. ഇതാണ് കൃഷി ചെയ്ത അണ്ണൻ ഇത് വിളവെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ അണ്ണൻ വിളവെടുക്കുന്ന ഉണ്ണേട്ടൻ കണ്ടിട്ട് അങ്ങനെ അണ്ണനോട് സംസാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ വന്നത്. പെട്ടെന്നൊരു പ്ലാനായിട്ട് അങ്ങനെ പോകുന്നതാണ്. ഇതെങ്ങനെയാണ് വിളവെടുക്കുന്നത് കാണിച്ചു തരാമോ? അപ്പം നമ്മളിത് വിളവെടുക്കാനായിട്ട് പോകാണ്ട്. ഇതാണ് അണ്ണൻ്റെ പേരെന്താണ്? കൗണ്ടപ്പൻ. എവിടെ വീടെന്നാ? നക്കുപ്പതിയൂരിലല്ലേ? താഴെ താഴ്ഭാഗത്തായിട്ട് ഒരു നമ്മൾ ഗുളിക്കടവൊക്കെ പോകില്ലേ, ആ ഒരു ഭാഗത്ത് അതിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോകണം. അവിടെയാണ് അണ്ണൻ്റെ ഊര്. പണി സ്ഥലം എവിടെയാണോ അണ്ണ ഉള്ളത്? ഇങ്ങനെയല്ലേ? കൃഷി ചെയ്യാൻ വേണ്ടി ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ശരി. മുത്തച്ഛൻ ചെയ്തുകൊണ്ടിരുന്നതാണ് ആദ്യം. അപ്പൊ അത് കഴിഞ്ഞിട്ട് അച്ഛൻ ചെയ്തു. അച്ഛൻ ചെയ്ത ശേഷം ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ശരി. പാരമ്പര്യ കൃഷികളാണ്. പാരമ്പര്യ കൃഷിയല്ലേ? റാഗി ശരിക്കും ഇവിടുന്ന് ഇപ്പൊ ചെയ്യുന്നില്ല അധികാരം. ഇപ്പൊ ചെയ്യുന്നില്ല എന്ന് വെച്ചാല് പന്നിയുടെ ശല്യം,
മയിലുടെ ശല്യം. ആ കിളികള് അത് കണ്ടോ മയിലല്ലേ? താഴെ നിൽക്കേണ്ടത്. ഓ ശരി. അതിനു വേണ്ടിയാ ഇപ്പൊ ഞാൻ കാവലിരിക്കണത് ഇവിടെ. ആ ആ ഇതിപ്പോ രാവിലെ ഇരുന്ന് വൈകുന്നേരം വരെ കാവലിരിക്കണം, അല്ലെങ്കിൽ മയിൽ വന്ന് പകല് മയിൽ വരും, രാത്രിക്ക് പന്നി വരും. ആ അത് കൃഷി നശിപ്പിക്കുമല്ലേ? ഇവിടുന്ന് അപ്പുറമുള്ള ഈ ഭാഗങ്ങള് സാമകൃഷിയായിരുന്നു. ഓ ചാമ ഉണ്ടായിരുന്നു അല്ലേ? ആ അപ്പൊ ആ സാമ മൊത്തം പന്നി അടിച്ചു. അയ്യോ മൊത്തം കളഞ്ഞല്ലേ പന്നി? മൊത്തം പോയി. എനിക്ക് പനിയായിട്ട് 2 ദിവസം ഞാൻ ഒരാഴ്ചയായിട്ട് വീട്ടിലെ കിടപ്പിലായിരുന്നു. ആ സമയം കൊണ്ട് ഇത് ഇത്രയും ഭാഗം പന്നി അടിച്ചുകൊണ്ട് പോകും. ഇതാ മയില് പറന്നു പോകുന്നുണ്ടായിരുന്നു. അത് അവര് 6 മണി വരെ ഞാൻ ഇരിക്കണ വരെ ഇവിടെ കാണും. ആണോ? നോക്ക് ആ മരത്തിൽ തന്നെ എന്തോരം പ്രാവാന്ന് നോക്കണ. നെല്ലിമരത്തിൽ നിറയെ പ്രാവുണ്ട്. പ്രാവുണ്ട്. എല്ലാം ഈ സാമകൃഷിയും പിന്നെ ഈ രാഗി തിന്നാൻ വേണ്ടി വരിക. എങ്ങനെയാണ് വിളവെടുക്കുന്നത്? കാണിച്ചു തരുവാണ്. ഇങ്ങനെ ഇത് പിടിച്ചിട്ട് ഇത്രയും ഭാഗം മുറിച്ചെടുക്കാം. ഓ ഇത്രയും മതിയല്ലേ? ഈ ഒരു ഭാഗം മതിയല്ലേ? മതി. ഇതിപ്പോ പാതി മൂപ്പായിട്ടുള്ളൂ. പാതി മൂപ്പല്ലേ? ഉണങ്ങിയതാണോ മൂത്തത്? ഇതാണ് ഉണങ്ങിയത്. ഉണങ്ങിയത് മൂത്തല്ലേ? ഇതാണ് മൂത്തത്. ഇത് പാതി മൂപ്പില്ലാത്ത അല്ലേ? ശരി. ഇതിന്റെ കതിര് മാത്രായിട്ടാ മുറിച്ചെടുക്കുന്നേ? കതിര് മാത്രം മതി അല്ലേ? ഇതിപ്പോ തമിഴ്നാടാണെങ്കിൽ അവര് ചോടോടെ അറക്കും. ഈ താഴെ അങ്ങനെ ചോടോടെ അറുത്തിട്ട് ഇതിങ്ങനെ അട്ടിയിട്ട് വെക്കും. എന്നിട്ട് ഉണങ്ങിയ ശേഷം ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് അപ്പൊ മൊത്തം കന്ന് പൂട്ടിയിട്ട് ഇങ്ങനെ റൗണ്ടിൽ അടിക്കും. എന്നിട്ട് ചവിട്ടി എടുക്കാൻ. ഓ ശരി. മെതിച്ചെടുക്കൂല്ലേ? പശുവിനെ കൊണ്ട് ചവിട്ടി എടുക്കാൻ. ശരി. അപ്പൊ ഇത് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇതിങ്ങനെ കുറേശ്ശെ എടുത്തിട്ട് അപ്പൊ ഇത് കൊണ്ടുപോയിട്ട് ഉണക്കുക. എന്നിട്ട് മുറ്റത്തിട്ട് വടി കൊണ്ട് ചവിട്ടി അങ്ങനെ എടുത്തിട്ട് കാറ്റില് ഇങ്ങനെ മുറത്തില് എടുത്തിട്ട് കുടഞ്ഞെടുക്കൂല്ലേ ഇതിന്റെ ഉമ്മി പോകാൻ വേണ്ടിട്ട്. അപ്പൊ ഇത് ഇങ്ങനെ അറുക്കാണ്. ഇതിലാണ് അറുത്ത് ഇങ്ങനെയാണ് അറുത്ത് എടുക്കുന്നത്. ശരി, ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. ഇതിപ്പോ അണ്ണൻ ഇത്രയും കൊയ്തെടുത്ത റാഗിയാണ് കേട്ടോ. തമിഴ്നാട്ടിലാണെങ്കിൽ സ്ഥലം എവിടെയാ? തമിഴ്നാടില്ല, നമ്മള് അത് അച്ഛൻ്റെ അച്ഛൻ അപ്പൂപ്പൻ വന്നാലേ അവര് അവിടുന്ന് വന്നതാ. അപ്പൊ നമ്മുടെ മുത്തശ്ശൻ കാലം തൊട്ടാണ് ഇവിടെ സെറ്റിലായത്. ശരി. അവര് അതിനു മുമ്പുള്ളവര് അവിടെയാണ്. നമ്മളൊക്കെ ഈ നക്കുപതി ഊര് തന്നെയാണ്. പണ്ട് കൃഷി ഒക്കെ ഇത് തന്നെ. പിന്നെ ഈ അരിശോളം എന്ന് പറയും. അതിങ്ങനെ പൊക്കത്തില് പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ വിരിഞ്ഞു വരും. അതാണ് ആദ്യത്തെ ചോളം എന്ന് പറയുന്ന സാധനം. ആദ്യത്തെ ചോളം. അതിപ്പോ നമ്മുടെ വീടിന്റെ അവിടെ ഉണ്ട്. ഞങ്ങൾ 2-3 വിത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. കുറച്ചേ കിട്ടിയുള്ളൂ. ഞങ്ങൾക്ക് ഒരു കതിരേ കിട്ടിയിട്ടുള്ളൂ. ഞങ്ങൾ നടാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ ഈ പോപ്കോൺ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമല്ല. വറുത്ത് കൊടുത്താൽ നല്ല ഇഷ്ടമാണ് പൊരിച്ചോളം. നമ്മുടെ സാധാ പോപ്കോണിനെ കണ്ടി ടേസ്റ്റ് അല്ലേ? അങ്ങനെ തിന്നാ. പിന്നെ ഈ റാഗി കല്ലില്ലേ, പൊടിക്ക തിരികല്ല് പൊടിച്ചിട്ട് പിന്നെ തിന്നാനും ഈ വാഴപ്പഴത്തില് മിക്സ് ആക്കുക. എന്നിട്ട് തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആണോ? വറുത്തിട്ടത് വെറുതെയോ? വറുത്തിട്ടില്ലേ? ഈ ചോളം വറുക്കുക. എന്നിട്ട് ഈ റാഗിക്കല്ലിലിട്ട് പൊടിക്കാം. ഇപ്പൊ മിക്സിയിലിട്ട് പൊടിച്ചാലും മതി. എന്നിട്ട് വാഴപ്പഴം അതിൽ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ആക്കിയിട്ട് ഉരുണ്ടയാക്കുക. എന്നിട്ട് കഴിക്കുക. നമുക്ക് നോക്കാട്ടെ. അന്നൊക്കെ നമ്മളെ ആൾക്കാര് ഈ അമ്പലം ശിവരാത്രിയും ഈ പൊങ്കലൊക്കെ വരുമ്പോ രാവിലെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓ ശരി. ഈ മാവും മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ വൈകുന്നേരം മാത്രം ഈ ശിവരാത്രി ദിവസമൊക്കെ അവിടെ വിളക്ക് കണ്ടിട്ടേ കഴിക്കാവുള്ളൂ. അരിയാഹാരം, ഒരു നേരം ഭക്ഷണം. അങ്ങനെ ആയിരുന്നു. ഇപ്പോഴൊക്കെ ഒരുപാട് മാറ്റം വന്നില്ലേ? കുറച്ച് മാറ്റം പുതിയ ചെക്കന്മാർ വരുമ്പോ കുറച്ച് വന്നു. ഇവിടെ താഴെ കുറച്ചുണ്ട്. താഴെ ഉണ്ടല്ലേ? കശുവണ്ടിയോ? അതെവിടെ? താഴെ കുഴിയിലോട്ട് പോണം. ഇവിടെ ഇതിന്റെ ഇച്ചിരി കുഴിയുള്ള സ്ഥലങ്ങളല്ലേ അതൊക്കെ? ഭക്ഷണ കണം കൊണ്ടുവരും വരുമ്പോ? ഞാൻ പോയി കഴിച്ചിട്ട് വരും. രാവിലെ 9 മണി വരെ ഇവിടെ കാണും. അത് കഴിഞ്ഞിട്ട് അങ്ങ് പോകും. പോയിട്ട് പിന്നെ കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒരു 3 മണിയാകുമ്പോ ഇങ്ങോട്ട് തിരിച്ചു വരും അല്ലേ?
ഇപ്പൊ റാഗിക്ക് എന്താണ് വില ഉള്ളത്? രായിക്ക് എന്ത് വിലയെന്ന് ഇപ്പോൾ ആണോ കൊടുക്കുവാണോ ചെയ്യാ? ഇതിപ്പോൾ അത്യാവശ്യം എടുത്ത് വെക്കും. ആ ആരെങ്കിലും അർജൻറ്റായിട്ട് കുറച്ച് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കുക അല്ലേ ചെയ്യാ? കടകളിലൊക്കെ എടുക്കുന്നുണ്ടോ റാഗി? കടകളിലും എടുക്കും, കൊണ്ടുപോയി കൊടുത്താൽ എടുക്കും അല്ലേ? പിന്നെ ഈ വിത്ത് എടുത്തിട്ട് റാഗി അങ്ങനെയൊക്കെ വരില്ല റാഗി. ഇതാണ് രാഗി. ശരി. അപ്പൊ ഈ സാധനം ഇങ്ങനെ ഇങ്ങനെ ഇടുക, ഇങ്ങനെ മണ്ണ് ഫുള്ള് നന്നായിട്ട് കിളച്ച് ഇങ്ങനെ ഇട്ടിട്ട് കിളച്ചിടാം. അതിന്റെ മുകളിലോട്ട് ഇടണല്ലേ? നേരത്തെ ഇട്ടിട്ട് പിന്നെയാണ് കിളക്കുക. പിന്നെ കളിക്കും അല്ലേ? കിളച്ച് അങ്ങനെ ഇട്ട് കഴിഞ്ഞാല് ഇത് മുളച്ചു വരും അല്ലേ? ഇതാ ഇവിടെ ഒരു കതിർ വെച്ചിട്ടുണ്ട് മുളച്ചത്. എവിടെയാണ്? ഉള്ളില് പൊടിച്ച് തിന്നുന്ന പോലെ ആ ടേസ്റ്റ് വന്നിട്ട് ഇപ്പോ ഈ മെഷീനിൽ അടിച്ച് ഉണ്ടാക്കുമ്പോൾ അത്ര കിട്ടില്ല, ടേസ്റ്റ് കിട്ടില്ല. അത്രേ ഉള്ളൂ. ആട്ടുകല്ല് അരച്ചിട്ടാണേലും അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാ. കഴിക്കുന്നതാണ് മെച്ചം. അതെ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മളിനി ഉണക്കി തല്ലണം അല്ലേണ? ഉണക്കി തല്ലി കൊഴിച്ച് പിന്നെ മുറത്തിലിട്ടൊന്ന് കൊഴിച്ചെടുക്കണം അല്ലേ? അത് കഴിഞ്ഞിട്ട് തിരികല്ലിട്ട് തിരിച്ച് പൊടിച്ചെടുക്കാം അല്ലേ? അത് പിന്നെ ഇത് നമ്മൾ പിടച്ചെടുത്തിട്ട് ശേഷം പിന്നെ ഒന്നുകൂടി ഉണക്കണം അല്ലേ? പൊടിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഉണക്കണം. അപ്പൊ പൊടിക്കുമ്പോ അതിന് ഒരു പാകമുണ്ട്, ആ പാകത്തിലെടുത്താലേ പൊടിഞ്ഞു കിട്ടുള്ളൂ. ശരി. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. പുറകിലായിട്ട് ഒരു കുന്നും അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനായിട്ട് പറ്റും. ഒരിടയ്ക്കല്ല, കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഈ ഭാഗത്ത് എവിടെ കല്യാണം കഴിഞ്ഞാലും ഈ ഒരു ഭാഗത്ത് ഈ ഒരു മാവിൻ്റെ അവിടെ ഒന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു മാവ് ഫേമസ് ആയിട്ടുള്ള. എല്ലാ കല്യാണ വീഡിയോയിലും അല്ലെങ്കിൽ കല്യാണ ഫോട്ടോയിലും പെണ്ണും ചെറുക്കനും ആ മാവിൻ്റെ ചുവട്ടിൽ നിന്നൊരു ഫോട്ടോ എന്തായാലും ഉറപ്പായിരുന്നു. പുറകിൽ അത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു, അത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ ആയിട്ട് നമ്മുടെ അണ്ണൻ കൃഷി ചെയ്തത് അണ്ണൻ്റെ സ്ഥലമാണ്. ഇവിടെ ആയിരുന്നു കേട്ടോ അത്രയും നാൾ ഫോട്ടോ എടുത്ത്. ആരുടെ സ്ഥലമൊന്നും അറിയത്തില്ലായിരുന്നു. എല്ലാവരും വന്നിങ്ങനെ ഫോട്ടോ എടുക്കുന്നത് കാണാം. കുറച്ച് കാലമായിട്ടുള്ളൂ ഇവിടെ ഫോട്ടോ എടുക്കൽ കുറവായി. ഇവിടെ കുറച്ച് കാടൊക്കെ കയറിയപ്പോഴായിട്ട് ആരും അങ്ങനെ കയറിയത് ഫോട്ടോ എടുക്കാത്തത് കുറവായത്. നമുക്കിത് വെള്ളം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം നല്ല സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി പോയാലോ എന്നാ? ഒരുപാട് കാര്യങ്ങളാണ് ഇവിടുന്ന് അറിവുകൾ കിട്ടിയിട്ടോ. നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ കൃഷികൾ ചെയ്യുമെങ്കിലും വാഴക്കൃഷി അല്ലെങ്കിൽ ഇപ്പോഴത്തേതായ കവുങ്ങ്, കുരുമുളക് അങ്ങനത്തെ കൃഷികളാണ് പണ്ട് ഒരുപാട് കാലം മുന്നേ ചെയ്തുകൊണ്ടിരുന്ന ചാമ അങ്ങനത്തെ കൃഷികൾ അല്ലെങ്കിൽ റാഗി കൃഷിയൊക്കെ ഇപ്പോൾ വളരെ കുറവാട്ടോ. കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഉള്ളൂ. കൂടുതൽ ആൾക്കാരും വേണ്ട ഒരു കുറച്ച് ഭാഗത്തേക്ക് കൃഷി ചെയ്യാറുള്ളൂ. പണ്ടെന്താ അത്യാവശ്യം നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ചാമയും കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മൊത്തം പന്നി കളഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ റാഗി കൃഷിയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് അറിയാനായിട്ട് പറ്റിയത് എങ്ങനെ കൃഷി ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ നമുക്കിനി എന്തെങ്കിലും സംശയങ്ങൾ, നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അണ്ണനോട് ചോദിക്കാം കേട്ടോ. ഞങ്ങൾ അത് അത്യാവശ്യം നല്ല ഇപ്പോൾ സന്ധ്യ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി വീട്ടിലോട്ട് പോവുകയാണ്. എന്തായാലും അണ്ണൻ നമ്പറൊക്കെ വാങ്ങി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും നമുക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അണ്ണനോട് ചോദിക്കാമല്ലോ. അട്ടപ്പാടിയിൽ വന്ന കാര്യം, പണ്ടൊക്കെ മുതലുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അണ്ണനോട് സംസാരിച്ചു. അപ്പോൾ ഞങ്ങളിനി നേരെ വീട്ടിലോട്ട് പോവാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെരുപ്പിട്ടിട്ട് നെല്ല് കൊയ്യാനായിട്ട് പോയപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നെല്ല് കൊയ്യുന്ന സ്ഥലത്ത് ചെരുപ്പ് ഇട്ടിട്ട് പോകരുതെന്ന്. നമ്മൾ ഇപ്പോൾ പണ്ടുള്ള ഇപ്പോൾ അണ്ണനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരൊക്കെ ചെരുപ്പിടാതെയാണ് നമ്മളിപ്പോൾ കൃഷിയിൽ കൊയ്യാനൊക്കെ ആയിട്ട് പോവുക. നമ്മൾ അന്ന് പോയിരുന്നത് ഇപ്പോൾ ഒരു ചേട്ടൻ ചെയ്യുന്ന സ്ഥലം, അപ്പോൾ അവിടെ പണിക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വേറെ ചേട്ടന്മാർ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ ചെരുപ്പിട്ടിട്ടാണ് പോകണുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെരുപ്പിട്ടിട്ട് കയറി. ഇതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു കേട്ടോ. പക്ഷേ അത് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് കമൻറ്റ്സ് വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മളിങ്ങനെ വിളവെടുക്കുന്ന സമയത്ത് ചെരുപ്പിട്ടിട്ട് നമ്മൾ ആ സ്ഥലത്ത് കയറരുത് എന്നുള്ളത്. ഇതാണ് കേട്ടോ കടുക് കൃഷി ചെയ്തേക്കുന്നതാണ്. കടുക് ഇപ്പോൾ അത്യാവശ്യം ആയിട്ടുണ്ടെങ്കിൽ ഉണങ്ങി വരുമ്പോഴാട്ടത് ഇപ്പോൾ ലേശം കൂടെ ഉണങ്ങണം അല്ലേ അണ്ണാ? ചിലത് അതൊക്കെ ഉണങ്ങി നിൽപ്പുണ്ട്. അതുണങ്ങി. ഇതിനുള്ളിൽ കടുകുണ്ട്, വേണ്ട ഉള്ളിൽ കടുകുണ്ട് കേട്ടോ. കടുകുണ്ട്, കടുക് കൃഷിയുണ്ട്. പിന്നെന്താ അണ്ണൻ കുറച്ച് പയർ, അമരപ്പയർ ഇതൊക്കെ കൃഷിയുണ്ട് കേട്ടോ. താഴെ ഒരു ഷെഡും ഉണ്ട്. താഴെ പോയി നോക്കിയിട്ട് വരാം. ചാഴി പിടിച്ചിട്ടുണ്ടോ അണ്ണാ? ചാഴി വെള്ള കളറ് പുഴു.
നമ്മളിങ്ങനെ പൊട്ടിച്ചാല് ഇതാ ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ഇതാ റാഗി എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ നമുക്ക് ഇനി ഉണക്കണം. ഉണക്കിയിട്ട് വേണം നമുക്കിത് ഇനി പൊടിച്ചെടുക്കാനായിട്ട്. നമ്മൾ അതുകൊണ്ട് നെല്ലും ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി കുത്തണം ഒരു ദിവസം. ഇതെടുത്തിട്ട് വന്നിട്ട് നമ്മുടെ ഉരലെടുത്തിട്ട് വന്നിട്ട് അത് കുത്തണം. അപ്പോൾ ഇനി ഇതും നമുക്ക് നാളെ രാവിലെ ആകുമ്പോൾ വെയിലത്തിട്ട് ഉണക്കിയെടുക്കാവേ. എന്നിട്ട് ഞാൻ ഇനിയിപ്പോൾ ഇത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ആ സമയത്ത് വീഡിയോ എടുക്കാം കേട്ടോ. എന്തായാലും വീഡിയോ എടുക്കാവേ. നെല്ലിൻ്റെ എടുക്കുമ്പോഴും വീഡിയോ എടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ പോയിട്ട് വന്നിട്ട് പിന്നെ കുറച്ച് നേരം കുഞ്ഞിനോട് കളിയായിരുന്നു കേട്ടോ. എത്ര നേരം കളിയായിരുന്നു. അപ്പോൾ താഴെ വന്നിട്ട് TV കണ്ടുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ കുഞ്ഞ് കഴിക്കാനായിട്ട് കൊടുത്തു. കുഞ്ഞ് കഴിച്ചു. അപ്പോൾ ഞാൻ കഴിക്കാനായിട്ട് പോവാം കേട്ടോ. ഇതാ മത്തൻ്റെ ഇല തോരനും മുളക് വറുത്തതും മത്തിക്കറിയാണ്. തൈര് എടുത്തില്ല. നല്ല തണുപ്പുണ്ട്. ഒരു നല്ല കുത്തണ തണുപ്പുണ്ട് കേട്ടോ. അതേപോലെ ഈ പുറകിൽ നമ്മുടെ മീൻകുളം ഇല്ലേ, എൻ്റെ അകത്ത് തവള മുട്ടയിടാനായിട്ട് വന്നിട്ട് തവളയും കരയുന്നുണ്ട്. അവിടുന്ന് കുറേ നേരം കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു സൗണ്ട് നിർത്താതെ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കട്ടേനെ. കുഞ്ഞെന്ത് ആമയുടെ കണ്ടെന്തൊരു പരസ്യം കണ്ടിട്ട് അങ്ങനെ അതിൽ ഇരിക്കുക, മുഴുകിയിരിക്കുക. ഞങ്ങൾ പുറത്തോട്ടൊന്നും അറിഞ്ഞില്ല. അമ്മച്ചൊക്കെ കടന്നു കേട്ടോ. അപ്പം ഉണ്ടാതെ അടിഞ്ഞ് TV കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ, ടേക്ക് കെയർ.